എവരിവൺ ഇപ്പോൾ ഒരു പ്രശസ്ത ചലച്ചിത്ര താരത്തിൻ്റെ ഒരു വീഡിയോ ഇൻ്റർനെറ്റിലൂടെ ഉണ്ട്. അത് ബേസിക്കലി പെരിഫറൽ ന്യൂറോപ്പതി ഇനീഷ്യൽ സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നതാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പാദത്തിൻ്റെ സ്പർശന ശക്തി കുറയുകയും പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. പക്ഷേ ഇത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പിന്നീട് അത് ഭയങ്കര പുകച്ചിൽ എന്നുള്ള രീതിയിൽ വരികയും ആ സമയത്തേക്ക് വളരെ അഡ്വാൻസ്ഡ് ആയി പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്, ഷുഗറുള്ള രോഗികളിൽ ചെറുതായിട്ടെങ്കിലും പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ചെറിയ തോതിൽ തന്നെ പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബയോഫിസിയോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുകയും പെരിഫറൽ ന്യൂറോപ്പതി എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ചില മരുന്നുകളും അതുപോലെ തന്നെ ന്യൂറോ സ്റ്റിമുലേഷൻ കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും ഇത് നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കേസാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ളത്. ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും നേരത്തെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്.